നഗരങ്ങളിൽ വ്യാഴാഴ്ച രാത്രികളിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്ന തൊഴിലാളികൾ തങ്ങളുടെ കർമ്മഭൂമിയിൽ ഇറങ്ങുന്നത്. മലയാള സിനിമയിൽ പരസ്യങ്ങൾ പതിപ്പിക്കുന്ന തൊഴിലിന് തുടക്കമിട്ടത് കലൂർ സ്വദേശി പ്രവത സുകുമാരനാണ്. കേരളം മുഴുവനും പോസ്റ്റർ പതിപ്പിക്കുന്നതിനുള്ള കുത്തക അവകാശം ഇദ്ദേഹത്തിനായിരുന്നു. കേരളം മുഴുവൻ ഞങ്ങളുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ സിനിമയ്ക്ക് വേറെ ഒരു പരസ്യ ഉപാധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമയുടെ ലോഞ്ചിങ് എന്ന് പറഞ്ഞാലൊരു സുപ്രധാന കാര്യമായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് സിനിമ തുടങ്ങുന്ന വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ കൈവണ്ടികളിൽ രണ്ട് സൈഡിലും ബോർഡ് വെച്ച് കെട്ടിയിട്ട് അതിൽ തോരണങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ഒരു 10-20 വണ്ടികൾ, ആ വണ്ടികളിൽ പുറകെ ചെണ്ടമേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം ഇതൊക്കെയായിട്ട് നഗരം ചുറ്റും. അത് തുടങ്ങുന്ന ദിവസം. പിന്നെ അതൊന്ന് രണ്ടാം വാരം ആകുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ചില പടങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം ഒരു ഹോൾഡ് ഓവറിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഈ പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ ലോ ക്ലാസ് പടമായിരിക്കും. അപ്പോൾ ടൗണിൽ അങ്ങനെ അധികം ആവശ്യമില്ലാത്ത പടങ്ങൾക്ക് സൈഡ് റോഡുകളിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ കാക്കനാട്, കളമശ്ശേരി അങ്ങനെയുള്ള ഏരിയകളിലേക്ക് വിടും. പിന്നെ അതിൻ്റെ കുറേ വകഭേദങ്ങൾ വന്നു. പിന്നെ ഉത്സവ സീസണായി കഴിഞ്ഞാൽ രാത്രി നൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഒരു ചതുരത്തിലൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 4 വശവും പോസ്റ്റർ ഒട്ടിച്ചിട്ട് അതിനകത്ത് പെട്രോമാക്സ് വിളക്ക് വെക്കും. ഈ പെട്രോമാക്സ് വിളക്കുമായിട്ട് അതിൻ്റെ കൂടെ ഒരാൾ ചെറിയ മെഗാഫോണുമായിട്ട് നടന്നിട്ട് വിളിച്ച് സിനിമയുടെ ഇന്ന തിയേറ്ററിൽ എറണാകുളം പത്മയിൽ അല്ലെങ്കിൽ മേനകയിൽ ഇന്ന പടം വിളിച്ച് പറഞ്ഞു നടക്കും. അതിൻ്റെ കൂടെ നോട്ടീസ് വിതരണം ഉണ്ടായിരിക്കും. ആദ്യം കൈവണ്ടിയിലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു. അത് പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തുനിന്ന് നമ്മൾ കോതമംഗലത്തു നിന്നൊക്കെ കാളവണ്ടികൾ കൊണ്ടുവന്നിട്ട് കാളവണ്ടിയുടെ 2 വശത്തും ബോർഡുകൾ വെച്ച് കെട്ടി അതിനകത്ത് വാദ്യമേളമൊക്കെ ആയിട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ കാളവണ്ടിയും പഴയതായി. അപ്പോൾ പിന്നെ പൊള്ളാച്ചിയിൽ നിന്നൊരു കുതിരയെ വാങ്ങിച്ചു. കുതിരയും വണ്ടിയെല്ലാം ആയിട്ട് വന്നിട്ട് അതും ഒരു പ്രൊസഷനൊക്കെ ആയിട്ട് മുമ്പിൽ കുതിര പോവും, ബാക്കിൽ കുറേ കൈവണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു പരസ്യ രീതിയായിരുന്നു. എന്നാൽ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ എന്ന് വെച്ചാൽ പിന്നെ തമിഴിൽ 1000-ലൊരുവൻ്റെ പോസ്റ്റർ അച്ഛൻ ഒട്ടിക്കുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത്. ഏത് പോസ്റ്റർ വന്നാലും അച്ഛൻ ആദ്യം ഒട്ടിച്ചിട്ടേ ബാക്കി ജോലിക്കാരെ ഏൽപ്പിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതെല്ലാം ബോർഡ് ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ സൈക്കിളിൽ നടന്ന് എല്ലായിടത്തും നടന്ന് നോക്കിയിട്ട് അതിലെവിടെയെങ്കിലും ചാഞ്ഞ് കിടപ്പുണ്ടോ ചെരിഞ്ഞ് കിടപ്പുണ്ടോ ചിലപ്പോൾ പുള്ളി തന്നെ കയറി കിട്ടും. അത്രയ്ക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു പത്രക്കാരനൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവനെവിടെയെങ്കിലും അടിച്ചു വിടുന്ന ലൈനായിരുന്നില്ല. പിന്നെ മാത്രമല്ല ആദ്യത്തെ ദിവസം തന്നെ പുള്ളി എല്ലാ സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കുഞ്ചാക്കോ മുതലാളിനെ ആയാലും സുബ്രഹ്മണ്യ മുതലാളിനെ ആയാലും നേരിട്ട് വിളിച്ച് പറയും ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് പരസ്യം ഇങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും, അച്ഛനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ജനറൽ റിപ്പോർട്ട് എന്നറിയാനൊരു വഴിയില്ലല്ലോ. അപ്പോൾ പുള്ളി എല്ലാ ദിവസവും കാണും. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് സിനിമ കാണും. കറക്റ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. രാത്രി വിളി വരും. മലയാള സിനിമയിലെ ഏറ്റവും ചേഞ്ചുള്ള പോസ്റ്റർ വന്നത് ചെമ്മീനാണ്. സേനായർ കംപ്ലീറ്റ് പെയിൻറ്റ് ആദ്യം പിന്നെ കടൽ തീരത്ത് മരിച്ചടിഞ്ഞ് കിടക്കുന്ന ഒരു സീനുള്ള പോസ്റ്റർ ആദ്യമായിട്ടാണ് വരുന്നത്. അതും പിന്നെ ഷീല നിൽക്കുന്ന ഒരു പോസ്റ്ററുണ്ട്, അത് ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന പോസ്റ്റർ 7 രാത്രികളിലായിരുന്നു. കംപ്ലീറ്റ് സ്കെച്ച് ചെയ്തിട്ട് അത് ഫ്ലൂർസെൻ്റ് പോസ്റ്ററായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഫ്ലൂർസെൻ്റ് പോസ്റ്റർ ഉണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ വിഷു ഓണം ആ സമയത്തൊക്കെ വരുന്ന പോസ്റ്ററിന് ഫ്ലൂർസെൻ്റ് പെയിൻറ്റ് കിട്ടാനില്ല. അതുകൊണ്ട് ബോംബെയിൽ നിന്ന് പ്രിൻറ്റിംഗ് ഇങ്ക് വരുത്തും ഫ്ലൂർസെൻ്റ്. എന്നിട്ട് മെയിൻ സ്റ്റേഷനിൽ വയ്ക്കുന്ന പോസ്റ്ററിലെല്ലാം നമ്മൾ ഫ്ലൂർസെൻ്റ് കളർ ചെയ്തിട്ടാണ് ഇട്ടത്. അങ്ങനെയാണ് ഒരു ശീലം ഉണ്ടായത് ഫ്ലൂർസെൻ്റിൽ ചെയ്യുന്നത്. ഓരോ റൂട്ടാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി തേവര മുതൽ അങ്ങോട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒരു റൂട്ട്, പള്ളുരുത്തി വേറൊരു റൂട്ട്, തൃപ്പൂണിത്തുറ ഒരു റൂട്ട്. അപ്പോൾ ഓരോ റൂട്ടിനും സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ശരിക്കും ഈ പറയുന്ന ഈ ഭാരവണ്ടി വലിച്ച് മരത്തിൽ കയറി ബോർഡ് കെട്ടുന്ന ആളുകളായിരുന്നെങ്കിൽ പോലും ഈ സിനിമ ഓടണമെന്ന് പറഞ്ഞാണ് അവരെല്ലാവരും ഓരോ ബോർഡും വെച്ച് കെട്ടിയിരുന്നത്. അതാണ് അന്നത്തെ സിനിമയുടെ ഇന്നത്തെ സിനിമയുടെയും തമ്മിലുള്ളൊരു വ്യത്യാസം. ഞങ്ങൾക്കാകെ കുറെ കാലം കഴിഞ്ഞിട്ട് വന്നത് MB ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഇതിൽ വന്ന ഒരാൾ. അദ്ദേഹമാണെങ്കിലും ഇപ്പോൾ നമ്മൾ MG റോഡിൻ്റെ കിഴക്കോട്ട് തിരിച്ചൊരു സെറ്റ് ബോർഡ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയാൽ അവർ വടക്കോട്ട് തിരിച്ചു വയ്ക്കും. അല്ലാതെ അതിലങ്ങനെ ഒരു മത്സരമില്ല. എല്ലാം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ. ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. 1984 മരിക്കുന്നത് വരെയും അദ്ദേഹം കർമ്മനിരതനായിരുന്നു.
84 ഫാദർ മരിക്കുന്നത് വരെ എല്ലാം ഭംഗിയായിട്ട് നടന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്ത് കോർപ്പറേഷനിൽ സിനിമാ ബോർഡുകൾ ജംഗ്ഷനിൽ വെക്കുന്നത് നിരോധിച്ചു. അതുവരെ ഉണ്ടായിരുന്നു. പ്രഭത സുകുമാരന്റെ കർമ്മ പാരമ്പര്യം അദ്ദേഹത്തിന്റെ അനന്തരവൻ ഷൺമുഖനിലൂടെ ഇന്നും പുലരുന്നു. 1975 മുതൽ വെക്കേഷൻ പീരീഡിൽ അമ്മ എൻ്റെ വീട്ടിൽ വരും. ഞാനപ്പോൾ അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. 2 മാസമൊക്കെ ഞാനിവിടെ ഉണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് 76 കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് 1986 ഞാൻ തിരിച്ച് വൈപ്പിൻ റൂട്ടിലേക്ക് മാറിയതാണ്. കാസർഗോഡ് മുതൽ ബാലരാമപുരം വരെ പോവും, തിരുവനന്തപുരം. അത് MC റോഡ്, പിന്നെ MG റോഡ്, പിന്നെ ഉണ്ട് നമ്മുടെ NH, പിന്നെ ഗുരുവായൂർ റൂട്ട്, തീരദേശ റോഡും അങ്ങനെ കവർ ചെയ്ത് വരും. അന്ന് പോസ്റ്റ് ഒരുപാട് നിൽക്കുമായിരുന്നു. ഒരു പടത്തിൻ്റെ പോസ്റ്റ് പൊട്ടിക്കാൻ ഡബിൾ സൈഡ് 10 ദിവസം വേണം. ഏറ്റവും കൂടുതൽ 6 ദിവസം മലബാർ സൈഡും, ലെങ്ത്ത് കൂടുതലാണ് മലബാർ സൈഡ്. ഇവിടെ ഒരു 4 ദിവസം കൊണ്ട് കവർ ചെയ്ത് വരും. കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളായ പൈപ്പിൻ, ചെറായി ദ്വീപുകളിൽ പോസ്റ്റർ പ്രചാരണം നടത്തുന്നത് ഷൺമുഖനാണ്. സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ആദ്യകാല ചലച്ചിത്ര പ്രവർത്തകനെ അധികാര കേന്ദ്രങ്ങളോ കലാസംഘടനകളോ എപ്പോഴെങ്കിലും അനുസ്മരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ തിരക്കി. ഇല്ല, ആദ്യമായിട്ടാണ് അമൃത TV ഇങ്ങനെയൊരു മറഞ്ഞു പോയൊരു കഥ പോലെ കിടക്കുകയാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്.